അയ്യോ ചേട്ടന് പൈസ തരാനുള്ളതുകൊണ്ടല്ല. വിജയ ചേട്ടൻ, നമ്മൾ ഇനിയും കാണേണ്ടവരെ എങ്ങനെയൊക്കെ സംസാരിക്കണ എന്താ? ക്ലീറ്റോ പൈസ തരാം. അയ്യോ തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ വിജയൻ ചേട്ടാ. ഇല്ല, അത് ഇവിടെ പൈസ കുറച്ച് വരാനുണ്ടേ. ആ ഇന്ന് വൈകുന്നേരം തരാം എന്നാ. ആ വൈകുന്നേരം പോര്. ആ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം. ഒരു മിനിറ്റ്. കട്ടായ പ്രശ്നം തീരുവോ? പ്രശ്നം തീർന്നില്ലേ? ക്ലീറ്റോ അയാളെ വിളിച്ച് കാര്യം പറഞ്ഞേ. വിജയൻ ചേട്ടൻ പറഞ്ഞിട്ട് മനസ്സിലായില്ലേ നിങ്ങക്ക്? പലചരക്ക് കടക്കാരൻ വിജയ്. വിജയൻ എന്താണ് പ്രശ്നം? ക്ലീറ്റോ അയാൾക്ക് 4850 രൂപ കൊടുക്കാനുണ്ട്. നമ്മള് 6 മാസമായി അവിടെ പലചരക്ക് പറ്റിയിട്ട്. 4-5 ലക്ഷമൊന്നുമില്ലല്ലോ. നിന്റെ പറച്ചിൽ കേട്ടാ തോന്നുന്നു നമ്മൾ ഇതൊക്കെ ഇവിടെ നിട്ടിട്ട് എല്ലാം കൂടെ ഓടിക്കളയുന്നു. ഓടിക്കളയില്ല. അയാളുടെ കടയിൽ സാധനങ്ങൾ മേടിച്ചോട്ടെ. അയാൾ പറയണതിൽ കാര്യമില്ലേ? എടി നിനക്കറിയാമോ, സുരേന്ദ്ര മുതലാളി കൊടുക്കാണ്ട് 15,000 രൂപ അയാള് ഇന്നാളെ ഒരു ദിവസം ഞാൻ പോയപ്പോ എന്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് ഇമാതിരി ന്യായം പറയേണ്ടത് എപ്പൊ കൊടുക്കാൻ പറ്റുന്ന അയാൾ ഇന്ന് വൈകുന്നേരം വരും. കൂടെ എപ്പൊ കൊടുക്കാൻ ഉടനെ അടിച്ചു വെച്ചിട്ടൊന്നുമില്ലല്ലോ എടുത്ത് കൊടുക്കാൻ. എന്താ അടിച്ചു വെക്കാത്തത്? നിങ്ങൾ എങ്ങോട്ടേ രാവിലെ വെള്ളം ഇട്ടുണ്ട് പോണത്? ഇത് തീർത്തിട്ട് നിങ്ങൾ പോയാൽ മതി. ഞാനൊരു പൊതുപ്രവർത്തകനാണ്. പൊതുപ്രവർത്തകൻ പിന്നെ ഞാൻ എന്ത് പൊതുപ്രവർത്തകൻ ഞാൻ പറഞ്ഞോ? അയ്യോ, അവക്ക് രാവിലെ ഭ്രാന്തളയും തോന്നുന്നു. അയ്യോ ഭ്രാന്തളകണ കാര്യമില്ല അല്ലേ? ഒരു കാര്യം, പൈസ വരാനുണ്ട്. അത് ക്ലീറ്റോയും നിങ്ങൾക്ക് എവിടുന്ന് പൈസ വരാനുള്ളത്? പൈസ വരാനുണ്ട്. നിങ്ങൾക്ക് പോകാനേ ഉള്ളൂ പൈസ. ഈ നാക്കും ബഹളവും കാരണം വരാനുള്ള പൈസ എങ്ങോട്ടെങ്കിലും വഴിതെറ്റി പോവുകയുള്ളൂ. അല്ല, ഞാൻ മിണ്ടാതിരിക്കുക. ഇവിടെ ഇമാതിരി തോന്നിയാസം കാണിച്ചു. എന്തൊരു കഷ്ടം. അതെ, ഇത് കൊടുക്കാനുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ്. ഞാനത് കൊടുത്ത് തീർത്താളാം. എന്നാണ് ചോദിക്കണേ? അയാൾ അതാ ചോദിക്കണേ, എന്ന് തരാൻ പറ്റുന്ന. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ഫോൺ കോള് അത് വിജയനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ല തന്നെ അപ്പോഴങ്ങ് കട്ട് ചെയ്യണം. അത് നിങ്ങളുടെ കള്ളത്തരം. അതിനാണ് ഈ ബട്ടൺ വെച്ചേക്കണേ. ആണോ? കട്ട് ചെയ്ത് വന്നിട്ട് വിളിച്ച് പറയല്ലേ? ഞാൻ കട്ട് ചെയ്തില്ലേ? അവൻ എന്നെ വിളിക്കരുത്. അയാള് എന്നെ വിളിക്കണം. നീ പറയണം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്റെ ഹസ്ബൻഡുമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. മുതല് അയാളെ കാണുമ്പോ നിങ്ങൾ മാറി മാറി നടക്കല്ലേ? ഒരു കാര്യം അയാളോട് പറയണ്ടോ? ഞാൻ അവനെ എപ്പോ കണ്ടു? കണ്ടില്ലേ? നിങ്ങൾ അതിൽ കൂടി മാറിപ്പോയിന്ന് പറഞ്ഞല്ലോ. എവിടെ മാറിപ്പോയിന്ന്? ഞാനോ? ഞാൻ എന്തെങ്കിലും തിരക്കിട്ട് പോയിരിക്കും. ഇങ്ങനെ ഞങ്ങൾ തിന്നണേക്കാളും കൂടുതൽ നിങ്ങൾ തിന്നണ്ടല്ലോ. പൈസ കൊടുത്ത് തീർക്കാൻ പാടില്ല നിങ്ങൾക്ക്. ഒരാഴ്ച പണിക്ക് പോയാൽ മതിയല്ലോ നിങ്ങൾക്ക്. ഒരാഴ്ച. അപ്പൊ ഞാനിനി പണിക്ക് പോണതാണ് നിന്റെ പ്രശ്നം? അല്ല, പഞ്ചായത്തിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇപ്പൊ തന്നെ ചെയ്തു തീർക്കാനുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ഒരു പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളിന് പല കാര്യങ്ങളും അതിനിടയ്ക്ക് ഈ പലചരക്കടയൊക്കെ ചെറിയ പ്രശ്നങ്ങൾ അതൊക്കെ ഞാൻ സോൾവ് ചെയ്തോളാം. ആവശ്യമല്ലോ. അതെ, രാവിലെ ഒരു വഴിക്ക് ഇറങ്ങി നിനക്ക് ചീത്ത വിളിക്കാൻ അറിയാലോ. തിരിച്ചു വിളിച്ചോ. ഇനി ഞാൻ ചീത്ത പറഞ്ഞു തരണോ? നിനക്ക് അറിയാന്നുള്ളത് വിളിച്ചാൽ മതി. അടെ ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞില്ല, അതിനിടയ്ക്ക് നീ ഇങ്ങ് വന്ന. അളിയാ, അതിലും വലിയൊരു പ്രശ്നം. അതല്ല ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. എന്തോന്ന് പ്രശ്നം? നിനക്ക് എന്തും പ്രശ്നം തന്നെ. എന്തുവാടെ നിന്റെ പ്രശ്നമാണ്, എന്റെ പ്രശ്നമല്ല. എന്റെ പ്രശ്നം? എനിക്ക് എന്തോന്ന് പ്രശ്നം? അളിയ, നമ്മൾ കനകന്റെ ഒരു ചെക്ക് അടിച്ചു മാറ്റി സുരേന്ദ്ര മുതലാളി കൊടുത്ത് ഓർമ്മയുണ്ടോ പൈസ മേടിച്ചത്? അതൊക്കെ പറ. എനിക്ക് ഓർമ്മയുണ്ട്. നീയല്ലേ എന്നെ കൊണ്ട് അത് ചെയ്യിച്ചത്? ഞാൻ ചെയ്യിച്ചെന്ന് പറഞ്ഞു. എനിക്കിപ്പം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഒരു സ്ഥലത്ത് പോകാൻ പറ്റുന്നില്ല, പള്ളി പോലും പോകാൻ പറ്റുന്നില്ല. അല്ല, നിനക്കിപ്പോൾ എന്താണ് അതുകൊണ്ട് പ്രശ്നം? എനിക്കെന്താണ് പ്രശ്നമെന്നോ? അയാൾ എന്നെ വഴി കാണുമ്പോൾ ചീത്ത വിളിക്കുകയാണ് സുരേന്ദ്ര മുതലാളി. നിന്റെ അടുത്ത് അന്ന് പറഞ്ഞാണ് പൈസ കിട്ടുമ്പോൾ കൊടുക്കണോ നീ ഒന്ന് കൊടുത്തോ? കാശ് കിട്ടിയപ്പോൾ അളിയന്റെ സ്വന്തം പരിപാടി ഞാൻ കാണിച്ചു. ഇവിടെ പൈസ എന്ന് പറയുന്നത് ഓരോ ആവശ്യങ്ങൾ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ പൈസ ഇരിക്കുമ്പോൾ ഇല്ലാത്ത ആവശ്യങ്ങളൊക്കെ വരികയും ചെയ്യും. ഞാൻ അന്ന് വെച്ചിരുന്നതാണ്. അപ്പോഴേക്കാണ് അന്ന് മറ്റേ എന്തോ കൊച്ചിൻ്റെ ഫീസ് വന്ന്, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെ കുറച്ച് പാർട്ടിയുടെ പരിപാടി വന്ന് ആ പൈസ എല്ലാം ചിലവായി. ഇപ്പം എന്ത് പ്രശ്നം എന്താണെന്ന് പറയാം? എൻ്റെ അളിയ വലിയ പ്രശ്നമായിരിക്കുകയാണ്. അയാൾ ആ ചെക്ക് കൊണ്ടുവന്ന് കേസ് കൊടുത്തിരിക്കുകയാണ്. വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്താ നീ കണ്ടോ? ഞാൻ കണ്ടോന്ന് പറഞ്ഞാൽ അയാൾ ഇന്ന് രാവിലെ എന്നെ തടഞ്ഞു നിർത്തിയാണ് പറഞ്ഞത് ഈ കാര്യം. എന്തെന്ന്? ഇന്ന് രാവിലെ. എന്താ പറയുക? 2 ദിവസമായെന്ന് വക്കീൽ നോട്ടീസ് അയച്ചിട്ട്. 2 ദിവസമായി. അപ്പോൾ ഇനി വന്നു കാണുമോ? അല്ലേ, നീ വന്നു നോക്കാത്തെന്ത്? വരാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം പറഞ്ഞാൽ ശനിയാഴ്ച അയച്ച് ഇന്നലെ ഞായറാഴ്ച, ഇന്ന് തിങ്കളാഴ്ച. അപ്പോൾ ഇന്നലെ വന്നിട്ടില്ല. പിന്നെ ഇന്ന് വരും. ഇന്ന് ഉറപ്പായിട്ട് വരും. ഇന്ന് വന്നില്ലേ നാളെ ഉറപ്പായിട്ട് വരും. ഇത് ഇത് വലിയ പ്രശ്നമാവും. ഇത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം തന്നെ ആവും. ഒന്നാമത് അമ്മ ഇവിടെ ഉണ്ട്.
ഇനി അഥവാ പോസ്റ്റ്മാൻ അതും കൊണ്ട് ഇവിടെ വന്നാൽ അമ്മയുടെ കൈ കിട്ടും. അമ്മയുടെ കൈ കിട്ടി അമ്മ ഉടനെ കനകനെ വിളിച്ച് പറഞ്ഞാൽ ആ കാലം പാവും. എടാ നീ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാൽ നീയല്ലേ എന്നെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിച്ചത്. എടാ ഞാൻ എന്ത് വഴി പറയാനാ? ഞാൻ അന്ന് ഒരു കാര്യം നടക്കാനല്ലേ നമ്മളിത് ചെയ്തത്. നമുക്ക് കാശ് കിട്ടിയതല്ലേ. നീ അന്നേരം ആ കാശ് എടുത്ത് വേറെ വഴിക്ക് ചിലവാക്കിയിട്ടല്ലേ ഇത് പറ്റിയത്. എടേ ഞാൻ പറഞ്ഞല്ലേ, മനുഷ്യൻ ഓരോ സാഹചര്യങ്ങളിൽ ഇപ്പൊ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം പറയാം. എന്ത് ചെയ്യാൻ ഇപ്പൊ ഞാൻ? എടാ ഏറ്റവും വലിയ പ്രശ്നം എന്തോന്ന് പറയാം, കനകൻ സർക്കാർ ജോലി ഉള്ളതാണ്. അവന്റെ കേസായി കഴിഞ്ഞാൽ അവന്റെ ജോലി പോകും. പോസ്റ്റ്മാൻ ഇപ്പം വരാനുള്ള സമയമായില്ല. Alien versus Alien.